ഉപാധികളോടെ സമാധാനത്തിന് ഒരുക്കമെന്ന് ഇറാൻ. അവകാശങ്ങൾ അംഗീകരിക്കണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യം. റഷ്യ പാകിസ്ഥാൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് വെടിനിർത്തൽ ഉപാധികൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ സമർപ്പിച്ചത്. ചർച്ചകൾക്കിടയിൽ ഇറാൻ ആക്രമണത്തിൽ 9 പേർക്ക് കൂടി പരിക്കേറ്റു. അതേസമയം പശ്ചിമേഷ്യയിലെ ഇറാൻ ആക്രമണത്തിനെതിരെ ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസാക്കി. ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയത്തെ സമിതിയിലെ 15 അംഗങ്ങളിൽ 13 രാജ്യങ്ങളും അനുകൂലിച്ചു. റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇറാന്റെ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും ഇത് ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണെന്നും പ്രമേയം ചൂണ്ടിക്കാട്ടി. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ഇറാന്റെ ആക്രമണം തുടർന്നു. ബഹ്റൈൻ മുഹറക്കിൽ ഇന്ധന ടാങ്കിന് തീപിടിച്ചു. ദുബായ് ക്രിക്ക് ഹാർബറിന് നേർക്കും ആക്രമണമുണ്ടായി. ആഴ്ചകളായി തുടരുന്ന യുദ്ധത്തിന് അന്ത്യമിടാൻ തയ്യാറാണെന്ന സൂചന നൽകിയാണ് ഇറാൻ ഭരണകൂടം സമാധാന ഉപാധികൾ മുന്നോട്ട് വെച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും പാകിസ്ഥാൻ അധികൃതരുമായും നടത്തിയ ഉന്നതതല ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇറാൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. ഇതാദ്യമായാണ് നിലവിലെ സംഘർഷത്തിന് ശേഷം ഇറാൻ സമാധാനത്തിനായുള്ള ഉപാധികൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. ഇറാന്റെ പരമാധികാരവും അന്താരാഷ്ട്ര തലത്തിലുള്ള അവകാശങ്ങളും അമേരിക്കയും ഇസ്രയേലും ഔദ്യോഗികമായി അംഗീകരിക്കണം. ഫെബ്രുവരി 28 മുതൽ ആരംഭിച്ച ആക്രമണങ്ങളിൽ ഇറാൻ ഉണ്ടായ സാമ്പത്തികവും സൈനികവുമായ കനത്ത നഷ്ടങ്ങൾക്ക് കൃത്യമായ പരിഹാരം നൽകണം. ഭാവിയിൽ ഇറാന്റെ മണ്ണിൽ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് അമേരിക്കയും ഇസ്രയേലും രേഖാമൂലം ഉറപ്പു നൽകണം. റഷ്യയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമാധാന ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കണമെന്നും ഇറാൻ പറയുന്നുണ്ട്. സമാധാന ചർച്ചകൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ട് ഇടപെടുന്നതായി ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് സ്ഥിരീകരിച്ചു. പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ച് സമാധാന നിർദ്ദേശങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. മേഖലയിൽ സമാധാനം കൊണ്ടുവരുന്നതിന് പാകിസ്ഥാനും സജീവമായ നീക്കങ്ങളാണ് നടത്തുന്നത്. ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് സ്ഥാനമില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്ന ഇറാൻ ഇപ്പോൾ ഉപാധികൾ മുന്നോട്ട് വെച്ചത് ശുഭസൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. എന്നാൽ ഇറാന്റെ ഉപാധികൾ അംഗീകരിക്കാൻ അമേരിക്കയും ഇസ്രയേലും തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്.